ബോഡിയും ഫേസും ബ്രൈറ്റ് ആവാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യം എന്താണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. ആ ഒരു ഓയിലാണ് എൻ്റെ സ്കിൻ ടോൺ ഇത്രയും ഇമ്പ്രൂവ് ആവാൻ, ഇത്രയും ബ്രൈറ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. ഒരു ഗെയിം ചേഞ്ചർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങളത് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം. അതിനൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഇങ്ങനെ വെളുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഗ്ലൂട്ടാതയോൺ IV എടുത്തിട്ടുണ്ടോ? ഞാൻ ഇത്ര ബ്രൈറ്റ് ആവാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തത്? എന്തെങ്കിലും വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഒരാഴ്ച കൊണ്ട് ബ്രൈറ്റ് ആവുന്ന എന്തെങ്കിലും പറഞ്ഞു തരുമോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എനിക്കിപ്പോൾ കൂടുതലും വരുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു സ്കിൻ കെയർ ജേർണി ആൻഡ് എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ ഞാൻ എടുത്തിട്ടുള്ള സ്റ്റെപ്സും എനിക്ക് എഫക്റ്റീവായ ആ ഒരു പ്രൊഡക്റ്റും അതുമാത്രമല്ലാതെ വേറെ എഫക്റ്റീവ് മെത്തേഡ്സും എല്ലാം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ ചെയ്യാം. ശരിയാണ്, എൻ്റെ സ്കിൻ ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. ഒരു 3 വർഷം മുമ്പുള്ള എൻ്റെ സ്കിൻ ടോണും ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ ടോൺ നോക്കുമ്പോൾ നല്ല രീതിയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലൊക്കെ അത്യാവശ്യം ലൈറ്റർ സ്കിൻ ടോൺ ഉള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, വളർന്നു വന്നപ്പോൾ മേ ബി ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം ഞാൻ നല്ല രീതിക്ക് ഡാർക്കായിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം സ്കിൻ ടോണിനെക്കാട്ടിലും ഡാർക്ക് ഷെയ്ഡിലോട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേസിൽ നല്ല രീതിക്ക് ടാനും ഉണ്ടായിരുന്നു, പിഗ്മെൻറ്റേഷൻസും ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കളറാണെങ്കിൽ ഇവിടെ വേറെ കളറായിരിക്കും. അങ്ങനെ നല്ല രീതിയിൽ ഡിസ്കളറേഷൻസും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഭയങ്കര കെയർലെസ് ആയിട്ട് നടക്കുന്നതാണ് നല്ലത്. ഈ സ്കിൻ കെയറിനോ മേക്കപ്പിനൊക്കെ വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന എന്തോ ഭയങ്കര മോശം കാര്യമായിട്ടാണ് ഞാൻ വിചാരിച്ചത്. എന്ന് വെച്ചാൽ എനിക്കതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കെയർലെസ് ആയിട്ടായിരുന്നു നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ ഞാൻ ജസ്റ്റ് കണ്ണെഴുതും, പൊട്ട് വെക്കും, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ ഒന്നിനും എനിക്ക് ആ ടൈമിൽ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്തില്ല, സൺസ്ക്രീൻ യൂസ് ചെയ്തില്ല. ഞാൻ ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ കുളിക്കുന്ന സോപ്പില്ലേ അത് വെച്ചാണ് ഫേസൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കറിയാം ഇപ്പോഴും ഈ രീതിയിൽ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ഞാൻ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി പുറത്തു പോകും. എന്നിട്ട് കുറച്ച് വൈകിയാണ് വരുന്നതെങ്കിൽ രാത്രിയിൽ വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് അതുപോലെ തന്നെ കിടന്നുറങ്ങും. എന്ന് വെച്ചാൽ ഈ ഫേസിലുള്ള ഒന്നും റിമൂവ് ചെയ്യത്തില്ല. പൊടിയും അഴുക്കും എല്ലാം ആ ടൈമിൽ വന്നിട്ടുണ്ടാവും എങ്കിൽ അതൊന്നും നോക്കത്തില്ല. അതുപോലെ തന്നെ വന്നാൽ കിടന്നുറങ്ങും. അത് കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഈ കൺമഷിയൊക്കെ ഇവിടെയൊക്കെ പടർന്നിട്ട് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് അത് കാരണം തന്നെ പ്രൊമിനൻ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ തുടങ്ങി. ആൻഡ് ഇപ്പോൾ എൻ്റെ സ്കിൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ക്ലിയർ അല്ലേ. പക്ഷേ ആ ടൈമിൽ അങ്ങനെയല്ല, ഭയങ്കര നല്ല രീതിയിൽ കുറേ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഡിസ്കളറേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ കൊറോണയൊക്കെ കഴിഞ്ഞ് 2 ഇയേഴ്സ് കഴിഞ്ഞല്ലേ ക്ലാസ് ഒക്കെ തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ ക്ലാസ്സിനൊക്കെ പോയപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഓള് ഭയങ്കര സുന്ദരി, ഇപ്പോഴും സുന്ദരിയാ, അന്ന് സുന്ദരിയാ. അപ്പോഴത്തേക്കും ഞാൻ അവരുടെയൊക്കെ ഫേസിൽ നോക്കിയപ്പോൾ എന്തോ അവരുടെ ഫേസ് പോലെ അല്ല എൻ്റെ ഫേസ്. അവരുടെയൊക്കെ ഫേസ് ഭയങ്കര ക്ലിയർ ആയിട്ട്, ഈ ഫ്ലോലെസ് എന്നൊക്കെ പറയത്തില്ല അതുപോലെ ഇരിക്കുന്നു, നല്ല പോളിഷായിട്ട്. എൻ്റെ ഫേസ് മാത്രം ഒരുമാതിരി. എനിക്ക് അന്ന് വരെ എൻ്റെ ചിന്തയെല്ലാം ഞാൻ ഓക്കെയാണ്, എല്ലാവരെ പോലെ തന്നെയാണ്. പക്ഷേ എൻ്റെ തോട്ടെല്ലാം അന്ന് മാറി. എന്ന് വെച്ചാൽ അവൾ മാത്രമല്ല, ഇപ്പോൾ 2 വർഷം വീട്ടിലിരുന്നിട്ട് വന്നില്ലേ എല്ലാവരും. അപ്പോഴത്തേക്ക് എല്ലാവരും ഒന്നുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എല്ലാവർക്കും കുറച്ച് എന്തൊക്കെയോ വ്യത്യാസം വന്ന് നല്ല രീതിയിൽ എല്ലാവരും ഗ്ലോ അപ്പ് ആയിട്ടുണ്ട്. ഞാൻ മാത്രം ഒന്നുകൂടെ ഡാർക്കായി. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ച് നീ എന്ത് പറ്റി, വല്ലാണ്ടായല്ലോ, കറുത്തു പോയല്ലോ, എന്ത് പറ്റി അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് അതുവരെ ഞാൻ എൻ്റെ മൈൻഡിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ എനിക്കെന്തോ ഭയങ്കരമായിട്ടൊരു ഇൻസെക്യൂരിറ്റി വന്നു. അതുവരെയുള്ള എൻ്റെ തോട്ട്സ് എല്ലാം മാറി. ഞാൻ കൊള്ളില്ല, ഞാൻ കറുത്തുപോയി, അങ്ങനെ എനിക്ക് എന്തോ വല്ലാതെ ഒരു ഫീലൊക്കെ തോന്നി. ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പത്തിലെ ഞാൻ അത്യാവശ്യം ലൈറ്റർ സ്കിൻ ടോൺ ആയിരുന്നു. പിന്നെ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഡാർക്ക് ആയിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും വഴിയെ പോകുന്നവരും എല്ലാവരും അങ്ങ് ചോദിക്കുക എന്താ കറുത്ത, എന്ത് പറ്റി, അയ്യോ മുളം കറുത്തു പോയല്ലോ. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെയും ഫേസ് ഞാൻ കമ്പയർ ചെയ്ത് നോക്കി. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് അവർ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നെ കാണാൻ കൊള്ളാത്തത്, അങ്ങനെ വിചാരിച്ചു. എന്ന് വെച്ചാൽ അവരൊക്കെ നന്നായിട്ട് കണ്ണൊക്കെ എഴുതി, മുടിയൊക്കെ അത്യാവശ്യം സ്റ്റൈലിലൊക്കെ കെട്ടി ഒരുങ്ങിയൊക്കെ വരുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ ഒന്നുമില്ലാതെ ഇങ്ങനെ കൂറെ പോലെ പോകുന്നത്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് എന്നാൽ ഇനി കുറച്ച് മേക്കപ്പിലൊക്കെ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന്. പിന്നെ ഞാനും അത്യാവശ്യം മേക്കപ്പൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഈ ഫൗണ്ടേഷൻ അങ്ങനത്തെ സംഭവമൊന്നുമല്ല, അതൊന്നും ഞാൻ ഇതുവരെ എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ഫേസ് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യമൊന്നുമല്ല, ജസ്റ്റ് കണ്ണൊക്കെ എഴുതുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ ഫേസ് മാത്രം ഒരു മെന വരുന്നില്ല. പിന്നെ ഞാൻ ട്യൂഷന് പോകുന്നിടത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓളാണെങ്കിൽ 2 മാസം കൊണ്ടിങ്ങനെ വെളുത്തിട്ട് പാറുകയെന്നൊക്കെ പറയത്തില്ല, ആ രീതിയിൽ വെളുത്തിട്ടിങ്ങനെ രക്തം തൊട്ടെടുക്കാന്നൊക്കെ പറയത്തില്ല, ഇങ്ങനെ ചുമന്ന് തുടുത്ത് ആ ഒരു രീതിയിലായി. അവളൊരു മീഡിയം സ്കിൻ ടോൺ ആയിരുന്നു, പക്ഷെ അവൾ ഒരു ഒറ്റയടിക്കാണ് വെളുത്തത്.
അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇവളെന്തോ ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചെടി നീ എന്തോ ചെയ്തു എനിക്കൂടെ പറഞ്ഞതാന്നൊക്കെ. പക്ഷെ ഓള് പറഞ്ഞൊന്നും തന്നില്ല. പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ കഷ്ടപ്പെട്ട് കാല് പിടിച്ചൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾ ഹിമാലയൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തപ്പോൾ വെളുത്തയാണ്. അന്ന് എനിക്ക് അത്ര ബുദ്ധി ഉള്ളായിരുന്നുകൊണ്ട് ഞാനത് വിശ്വസിച്ചു. പക്ഷേ സംഭവം അവളെന്തോ വൈറ്റനിങ് ക്രീം എന്തോ യൂസ് ചെയ്തായിരുന്നു. പക്ഷേ നിങ്ങൾ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാതിരിക്കുക. കാരണം അവൾക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ ഫേസിൽ കുറേ പിമ്പിൾസ് വന്നു. ഇങ്ങനെ വട്ടച്ചൊറി എന്നൊക്കെ പറയത്തില്ല, അതുപോലൊക്കെ ഫേസിൽ ഫുൾ അലർജി പോലെ വന്ന് ഫേസ് ഫുൾ ഒരുമാതിരി ആയിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ പണിക്കൊന്നും ആരും പോകാതിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവൾ പറഞ്ഞില്ലേ ഹിമാലയൻ്റെ ഫേസ് വാഷാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് യൂസ് ചെയ്താൽ വെളുക്കും. അങ്ങനെ ഞാനും വാങ്ങി. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഫേസ് ഇങ്ങനെ ക്ലെൻസ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സിലോട്ട് തന്നെ പോകുന്നത്. അന്നൊക്കെ ഞാനാണെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 10 മിനിറ്റ് അങ്ങനെ തന്നെ ഫേസിൽ അങ്ങ് വെച്ചേക്കും. എന്ന് വെച്ചാൽ വെളുക്കണ്ടേ, അതിനു വേണ്ടി 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കും. അന്ന് എനിക്ക് അത്ര ബോധമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ സ്പോർട്സിനൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നപ്പോൾ എനിക്ക് സൺബേൺ അടിച്ച് എൻ്റെ ഈ ഒരു സൈഡിൽ ഫുള്ള് ഇത്രയും സ്ഥലം പൊള്ളിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മറ്റേ ബബിള് പോലെയൊക്കെ വരത്തില്ല, അത്രയൊന്നുമില്ല, പക്ഷെ കാണുമ്പോൾ അറിയാം പൊള്ളിന്ന് ആ ഒരു രീതിയിൽ വന്നു. അപ്പോഴത്തേക്കും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സൺബേൺ അടിച്ചത് ആ കുഴപ്പമില്ല മാറുമെന്നൊക്കെ പറഞ്ഞ് എനിക്കത് മാറാനുള്ള ഒരു ക്രീമും സൺസ്ക്രീനും മോയ്സ്ചറൈസറും തന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു പുറത്ത് പോകുമ്പോൾ ഇനി എപ്പോഴും സൺസ്ക്രീൻ ഇടണം അല്ലെങ്കിൽ പൊള്ളിപ്പോകുമെന്ന്. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ പിന്നെ പുറത്തിറങ്ങിയാൽ പൊള്ളൂന്ന് വിചാരിച്ച് സൺസ്ക്രീൻ യൂസ് ചെയ്യായിരുന്നു. അതായിരുന്നു ഒരു ഗെയിം ചേഞ്ചർ. എൻ്റെ ഫേസിൽ നല്ല രീതിയിൽ ടാൻ ഉണ്ടായിരുന്നു ആ ടൈമിൽ. അതെല്ലാം റിമൂവ് ആയിട്ട് ഒരു ഇത്രയും ബ്രൈറ്റ് ആയില്ല എങ്കിലും ഒരു മീഡിയം സ്കിൻ ടോണിലോട്ട് ഞാൻ എത്തി. എനിക്കറിയാം നിങ്ങളിൽ പലവരും ഇപ്പോഴും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അത് നമ്മുടെ ഫേസ് ഓയിലി ആക്കും, പുറത്തിറങ്ങി കഴിയുമ്പോൾ ഡള്ളാവും, പിമ്പിൾസ് വരും എന്നൊക്കെ വിചാരിച്ച് ഇപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന കുറേ പേര് ഈ വീഡിയോ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു പ്രശ്നവും വരത്തില്ല. അന്ന് എനിക്ക് ഡോക്ടർ തന്നത് ഒരു ഫാർമസി പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഡീകൺസ്ട്രക്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് കുറേ ബ്രാൻഡ് മാറി മാറി ട്രൈ ചെയ്ത് നോക്കി. എനിക്കും ഫസ്റ്റ് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര ഡള്ളാവും, പിമ്പിൾസ് വരും. പക്ഷേ അത് ഞാൻ മാറ്റി മാറ്റി ട്രൈ ചെയ്ത് ഇപ്പോൾ എൻ്റെ സ്കിൻ ടോണിന് പറ്റിയ ഒരെണ്ണം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ ഒരെണ്ണം കണ്ടുപിടിക്കുക. അതുകൊണ്ട് എല്ലാവരും സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ കുറേ നാൾ എൻ്റെ സ്കിൻ കെയർ അത്രയേ ഉള്ളായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ DIY ഫേസ് പാക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കുറേയൊക്കെ എനിക്ക് വർക്കായിട്ടുണ്ട്. അത് ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ 10th ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ വീട്ടുകാർ പറയില്ല ആ ഒരു സന്തോഷത്തിൽ മോൾക്ക് എന്തോ വേണ്ടത്, ഡ്രസ്സ് വേണോ, ഇഷ്ടമുള്ള എന്തോന്ന് വെച്ചാൽ വാങ്ങിക്കോ എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ ഫോണിൽ കുറേ റിസർച്ചൊക്കെ നടത്തിയിട്ട് കുറേ സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങി. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കുറേ വലിച്ചു വാരി അങ്ങ് വാങ്ങി. ഇതിട്ടാൽ ഫേസ് കൊറിയക്കാരെ പോലെ ആവും, ഗ്ലോ വരുമെന്നൊക്കെ പറഞ്ഞ് കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന കണ്ട് ഞാൻ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കുറേ കാര്യങ്ങൾ വാങ്ങി. അന്ന് എനിക്ക് ഈ പെയ്ഡ് പ്രൊമോഷൻ്റെ കാര്യം ഈ പൈസ കൊടുത്ത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമല്ലോ, കൊളാബ്, അതിൻ്റെ ഒന്നും കാര്യം എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിക്കുന്നത് അവർ യൂസ് ചെയ്ത് അവർക്ക് അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടാണ് അവരിങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് കുറേ സംഭവങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാതെ വാരിക്കൂട്ടി. അന്ന് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാം കൂടെ നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്ത ഒരു ബ്രാൻഡായിരുന്നു ഈ ഗുഡ് വൈബ്സ്. അപ്പം ഞാൻ കുറേ ഗ്ലോ ഒക്കെ വരാൻ വേണ്ടി അവരുടെ കുറേ സെറവും ആവശ്യമില്ലാതെ കുറേ ക്രീമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി. ആ ഒരു ഏജിൽ സെറം പോലെ യൂസ് ചെയ്തുകൂടാത്തതാണ്. പക്ഷേ ഏതോ ഒരു കണ്ടന്റ് ക്രിയേറ്റർ പറഞ്ഞ് ഏത് ഏജുള്ളവർക്കും ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് കേട്ടിട്ട് ഞാൻ പോയി വാങ്ങിയതാണ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇതെല്ലാം വാങ്ങി. എന്നിട്ട് ഞാൻ ഫേസിൽ ഒക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് സെറം ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അയ്യോ പോയി, എന്നാൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വിയർത്തപ്പോൾ കുറച്ച് പോയെന്ന് തോന്നുന്നു, എന്നാൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ലെയർ ചെയ്ത് ഓരോന്ന് ഇടാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എനിക്ക് വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിമ്പിൾസ് വരാൻ തുടങ്ങി. അന്ന് വരെ എൻ്റെ ഫേസിൽ പിമ്പിൾസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. എൻ്റെ ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ പിമ്പിൾസ് വരുമ്പോൾ ഞാൻ കളിയാക്കുവാൻ അയ്യേ എനിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എനിക്ക് ആ ഒരു പ്രശ്നം കൂടെ വന്ന് ഞാൻ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയെടുത്തെന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതോ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഒരു പ്രൊഡക്റ്റ് പയ്യെ നിർത്തി. അത് എന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത പ്രൊഡക്റ്റ് നിർത്തി നോക്കി, എന്നിട്ട് മാറ്റമൊന്നും വന്നില്ല. അങ്ങനെ പല പല കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കി.
അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു കണ്ടന്റ് ക്രിയേറ്റർ പറഞ്ഞ് വിറ്റമിൻ സി സെറം യൂസ് ചെയ്താൽ വെളുക്കുമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കഥ കേട്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കേട്ടിട്ട് അവർ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ 5% ഒക്കെ യൂസ് ചെയ്യണം, അല്ലാതെ 50% ഒന്നും ആരും യൂസ് ചെയ്യരുതെന്ന്. പക്ഷേ എനിക്കന്ന് ഒരിതുണ്ടായിരുന്നു, നമ്മൾ കൂടുതൽ പെർസെൻറ്റേജ് യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ വെളുത്താലോ, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ 50% തന്നെ വാങ്ങി. ഏറ്റവും കൂടുതൽ അതായിരുന്നു. അപ്പോൾ അത് തന്നെ വാങ്ങി, പെട്ടെന്ന് വെളുക്കുമല്ലോ. ആ ഏജിൽ സെറം പോലും യൂസ് ചെയ്തുകൂടാത്തതാണ്. പക്ഷേ ഇൻ കേസ് യൂസ് ചെയ്താൽ തന്നെ വല്ല 2%ഓ 5% ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ അതൊന്നും നോക്കിയില്ല, നേരെ പോയി വാങ്ങിച്ച് യൂസ് ചെയ്ത്. എനിക്ക് കിട്ടിയ 8ൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫേസ് അത്രയും നാളൊരു നോർമൽ ടു ഡ്രൈ ആ ഒരു ടൈപ്പ് സ്കിന്നായിരുന്നു. ഇന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ ആയി. എന്നിട്ട് ഇവിടെയൊക്കെ കുറേ നമ്മൾ വെള്ളപ്പാണ്ട് പോലെ വരത്തില്ലേ, അങ്ങനെ കുറേ വെളുത്ത പാട്. എന്നിട്ട് അവിടെയൊക്കെ ഭയങ്കര ആ വെളുത്ത പാട് വന്നിടത്ത് ഭയങ്കര എന്തോ ഡ്രൈ ആയിട്ട് എന്തോ ഒരു സ്കിൻ ഇഷ്യൂ പോലെയൊക്കെ വന്ന്. എന്നിട്ട് നമ്മളിങ്ങനെ ചിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വയസ്സായിട്ടുള്ളവർ ചിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചുളുങ്ങി വരത്തില്ലേ, അതുപോലെ വന്ന്. എനിക്ക് അതുകൂടെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ എല്ലാം പോയി. എന്ന് വെച്ചാൽ വയസ്സായിട്ടുള്ളവർ ഇങ്ങനെ ആക്കുമ്പോൾ സോറി ഗൈസ്, ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ചുളുങ്ങി വരത്തില്ല, അതുപോലെ ആയപ്പോൾ ഞാൻ മൊത്തത്തിൽ എന്തോ പോലായി. അപ്പോൾ അമ്മ എന്നെ എപ്പോഴും വഴക്ക് പറയായിരുന്നു, ആവശ്യമില്ലാത്ത കുറേ പൈസ കൊടുത്ത് കുറേ സാധനം മാറി തേച്ച് മുഖം എല്ലാം കുളവാക്കി കാലെത്തി അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കുറേ വഴക്ക് പറയായിരുന്നു. എന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്ന് വെച്ചാൽ നന്നായിട്ട് ഒരുമാതിരി ആയായിരുന്നടാ ഫേസ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നും നീ യൂസ് ആക്കണ്ട, 2 മാസത്തേക്ക് നീ ഫേസിൽ ഒന്നും യൂസ് ചെയ്യണ്ട, സൺസ്ക്രീനോ ഒന്നും യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പാടൊക്കെ മാറാനുള്ള ഏതാണ്ട് ഒരു ഓയിൻമെൻറ്റ് തന്നു. അത് എന്നിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പിമ്പിൾസൊക്കെ പോയി. ഞാൻ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി വെച്ചില്ല, അപ്പോഴത്തേക്കും പിമ്പിൾസൊക്കെ പോയി. ഈ മരുന്നിട്ടുണ്ട് ആ പാടും ഈ ചുക്കി ചുളുങ്ങിയത് അതൊക്കെ പോയി, ഓൾമോസ്റ്റ് ശരിയായി. എൻ്റെ ഫേസ് ഒരു പഴയ രീതിയിൽ ഒരു നോർമലായിട്ടുള്ള രീതിയിൽ വന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ എൻ്റെ സ്കിൻ ആവുന്നില്ലല്ലോ. സ്കിന്നിൽ ഇഷ്യൂസൊക്കെ മാറിയെങ്കിലും ഞാൻ വിചാരിക്കുന്ന പോലെ ഞാൻ വെളുത്ത് തുടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും ഫോണിൽ കുറേ റിസർച്ച് ചെയ്തിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. എന്ന് വെച്ചാൽ ഒന്നും അറിയാണ്ട് അവർ പറയുന്നത് കേട്ട് ഓടിപ്പോയി തേക്കാതെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴാണ് ഈ ഡോക്ടർ പറഞ്ഞിട്ടുള്ള സൺസ്ക്രീനൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഞാനല്ലാതെ ഓരോ ബ്രാൻഡ് ഉണ്ടല്ലോ, ഈ ഡെർമാക്കോ, അക്വലോജിക്ക, ഡോട്ട് ആൻഡ് കീ, അങ്ങനെ പല സൺസ്ക്രീൻ യൂസ് ചെയ്ത് എനിക്ക് അത് കാരണം കുറേ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഫൈനലി ഞാൻ എനിക്ക് പറ്റിയ ഒരു സൺസ്ക്രീൻ കണ്ടുപിടിച്ചു, അതാണ് ഡീകൺസ്ട്രക്റ്റ്. എന്നിട്ട് അതുപോലെ തന്നെ എൻ്റെ ഫേസ് കുറച്ച് പ്ലം ആവാൻ വേണ്ടി ഹൈലറോണിക് ആസിഡ്സ് ഒക്കെ യൂസ് ആക്കി. അങ്ങനെ സ്കിൻ കെയർ ഒരു മിനിമലായി. എന്ന് വെച്ചാൽ ഭയങ്കര ഓവറാക്കാതെ എല്ലാം ഭയങ്കര മിനിമലാക്കി. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ മിനിമലായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ എൻ്റെ സ്കിന്നിൽ കൊണ്ടുവരാൻ പറ്റി. എന്ന് വെച്ചാൽ വെളുത്തെന്നല്ല, പക്ഷേ അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറ്റി ഒരു ഈവൻ സ്കിൻ ടോണായി. പിന്നെ അത്യാവശ്യം ഗ്ലോ ഒക്കെ വന്ന് അപ്പോഴേ ഞാൻ ഹാപ്പി. പക്ഷേ ഞാൻ ഇതുപോലെ വെളുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തത് എൻ്റെ ഫേസിലല്ലേ. പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഫേസ് മാത്രമല്ല, എൻ്റെ ബോഡിയും ബ്രൈറ്റ് ആയിട്ടുണ്ട്. നോക്കുമ്പോൾ കൈയൊക്കെ ഓൾമോസ്റ്റ് സെയിം കളറായി, എല്ലായിടത്തും ഓൾമോസ്റ്റ് സെയിം കളറാണ്. അപ്പോൾ എൻ്റെ ബോഡിയും ഫേസും ബ്രൈറ്റ് ആവാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യം എന്താണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. അത് അറിയാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ഫുഡിൽ വന്ന ചേഞ്ച്. ഫുഡിൽ ഞാൻ കൂടുതലായിട്ടും വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അതെനിക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ഷുഗർ കട്ട്. അത് ഞാൻ ഷുഗർ കഴിക്കാറേ ഇല്ല. ഇപ്പം ചായ കുടിക്കുമ്പോൾ പോലും ഷുഗർ ഇല്ലാണ്ടാണ് കുടിക്കുന്നത്. അതെൻ്റെ ഫേസ് ഒന്ന് പോളിഷ്ഡ് ലുക്കിൽ ഒന്ന് വെളുക്കാനല്ല, ഒരു ഗ്ലോ, ഉള്ളിൽ നിന്നൊരു ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എന്നെ ഇങ്ങനെ ബ്രൈറ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് ഒരു ഓയിലാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് ഗ്ലൂട്ടാതയോൺ ഓയിൽ എന്നൊക്കെ പറയാം. അത്രയും എഫക്റ്റീവാണ്. അതിൻ്റെ റെസിപ്പി എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അതെനിക്ക് അമ്മൂമ്മ ഉണ്ടാക്കി തരുന്നത്. ഞാൻ ഫസ്റ്റായിട്ട് യൂസ് ചെയ്തത് അമ്മൂമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടാണ്. അപ്പോൾ ആ ഒരു ഓയിലാണ് എൻ്റെ സ്കിൻ ടോൺ ഇത്രയും ഇമ്പ്രൂവ് ആവാൻ, ഇത്രയും ബ്രൈറ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. ഒരു ഗെയിം ചേഞ്ചർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അതിനൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ എൻ്റെ റെസിപ്പി ഇപ്പോൾ പറഞ്ഞാൽ എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല. പക്ഷേ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്തായാലും അത് തന്നെ ആയിരിക്കും. നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എന്ത് തന്നെ വന്നാലും നെക്സ്റ്റ് വീഡിയോ അതിനെക്കുറിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യണേ. നമുക്ക് എത്ര പേർക്ക് അത് വേണമെന്നും കൂടെ നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെക്കണേ. എനിവേ നമ്മുടെ നെക്സ്റ്റ് ലോങ് വീഡിയോയിൽ ആ ഒരു ഓയിലിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നെല്ലാം. ഇപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗ്ലൂട്ടാതയോൺ IV എടുക്കുന്നുണ്ടോയെന്ന്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്കിപ്പോൾ 19 വയസ്സാവുന്നേ ഉള്ളൂ. ഇനി 2 മാസം കഴിയുമ്പോൾ 19 ആവും. ഈ ഏജിൽ ഗ്ലൂട്ടാതയോൺ എടുക്കാവോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ അപ്പോൾ അതൊന്നും യൂസ് ആക്കിയിട്ടില്ല.
ഞാൻ ജസ്റ്റ് യൂസ് ആക്കിയത് എൻ്റെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഒരു സ്കിൻ കെയറും ഷുഗർ കട്ടും ആ ഒരു ഓയിൽ മാത്രമാണ്. പിന്നെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ മാക്സിമം റോങ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാതെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. ആൻഡ് ലോ പെർസെൻറ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്ത് സാറേ യൂസ് ചെയ്താലും 2% ഓർ 5% അങ്ങനെ ലോ പെർസെൻറ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ട് എല്ലാം വാരി ഫേസിൽ തൂക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഇപ്പോൾ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും കൂടെ ചേർന്നിട്ട് ഒരു ബ്രാൻഡ് ഭയങ്കരമായിട്ട് അവരുടെ വീഡിയോയിൽ കാണിച്ച് അടിപൊളിയാണെന്നൊക്കെ പറയുന്നെങ്കിൽ ആലോചിച്ചോ, അതൊരു പ്രൊമോഷനാണ്. അവർ പൈസ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന, ഇപ്പോൾ നിലവിൽ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് പ്ലിക്സ്. അവരുടെ ഒരു പ്രൊഡക്റ്റും കൊള്ളത്തില്ല. എല്ലാം യൂസ് ചെയ്താൽ ഫേസിൽ പിമ്പിൾസും അങ്ങനത്തെ പ്രശ്നം മാത്രമേ വരത്തുള്ളൂ. സോ നിങ്ങൾ അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഞാനും ഒരു കുട്ടി ഇൻഫ്ലുവൻസറാണ്. പക്ഷേ എനിക്ക് എഫക്റ്റീവ് ആവാത്ത ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ല. എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കൂടെ ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ കമൻറ്റിൽ നോക്കിയാൽ ഒരാഴ്ച കൊണ്ട് വെളുക്കാൻ എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്ന് കുറേ കമൻറ്റ് വരുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ എന്തായാലും ട്രസ്റ്റ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.